മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് പള്ളിയിൽ പോയി നിസ്കരിക്കാമെങ്കിൽ മമ്മൂട്ടി എന്ന നടന് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ രാഷ്ട്രീയമാകാം, വിശ്വാസമാകാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ ഒരുപക്ഷെ ഉണ്ണിമുകുന്ദനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പടമാണ്. ആ പടത്തിൽ പല ഇമോഷണൽ സീൻസും ഉണ്ട്. അത് നന്നായി ആൾക്കാരെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കയറി ആ സിനിമ ഹിറ്റായി. കുറേ ആൾക്കാർ ഉണ്ണിമുകുന്ദന് രാഷ്ട്രീയമുണ്ട് എന്നുള്ള ഒറ്റ പേരിൽ കുറേ ആൾക്കാർ വന്നിട്ട് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കാറുണ്ട്. ഉണ്ണിമുകുന്ദന് അഭിനയിക്കാൻ അറിയില്ല, ഉണ്ണിമുകുന്ദന്റെ സിനിമകളെല്ലാം സംഘീയ സിനിമകളാണ്, ഇതൊന്നും ആരും പോയി കാണരുത്. ഉണ്ണിമുകുന്ദന്റെ ചില സിനിമകൾ ഇറങ്ങാൻ നേരത്ത് ആദ്യത്തെ ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം തുടങ്ങും. സമാജം സ്റ്റാറിന്റെ സിനിമ പൊട്ടിപ്പോയി, തകർന്നു പോയി എന്നൊക്കെ പറയുന്നത്. പലർക്കും ഇവിടെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്, പൂർണ്ണമായും ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അതോടൊപ്പം BJP അനുകൂല രാഷ്ട്രീയമുള്ള ഒരാളാണ്, BJP അനുകൂല രാഷ്ട്രീയമുള്ള ഒരാളാണ്. ഈ പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ചിത്രങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് വിശ്വാസമാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് പള്ളിയിൽ പോയി നിസ്കരിക്കാമെങ്കിൽ മമ്മൂട്ടി എന്ന നടന് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ രാഷ്ട്രീയമാകാം, വിശ്വാസമാകാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിനിമ കാണുക, തിരിച്ചു പോകുക എന്നുള്ളതല്ല. അല്ലാതെ ഉണ്ണിമുകുന്ദൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോലും വന്നിട്ട് ഇതിനിടയിൽ ഇത് കൊള്ളില്ല, ഇത് മോശമാണ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കാണുന്നത് കൊണ്ടാണ് ഞാനിത് ആദ്യമേ പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ലിറ്റിൽ ഹട്ട്സ് എന്ന് പറയുന്ന ഷെയ്ൻ നിഗത്തിന്റെ ഒരു പുതിയ പടം, അതിനകത്ത് ബാബുരാജ് അതുപോലെ കുറേ ആൾ, മമിത നമ്പ്യാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രൊമോഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രൊമോഷൻ വർക്ക് നടക്കുമ്പോൾ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗത്തിൽ ഉണ്ണിമുകുന്ദനെ പറ്റി ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള രീതിയിൽ ഒരു പേര് പറയുന്നു. ആ പേര് ഉണ്ണിമുകുന്ദനെ ആക്ഷേപിക്കാൻ വേണ്ടി ഷൈൻ നിഗം കൃത്യമായി പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നു. ഷൈൻ നിഗമിന്റെ ഫാദറിനെയും അല്ലെങ്കിൽ ഷൈൻ നിഗമിന്റെ മതത്തെ പോലും ആക്ഷേപിക്കുന്ന രീതിയിൽ പലരും സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, മദ്രസ സ്റ്റാർ എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ എന്താണ് കാര്യം എന്ന് ആർക്കെങ്കിലും അറിയാം? ഒരു ഇന്റർവ്യൂ വരുന്നു, ഒരു പ്രൊമോഷൻ വരുന്നു. ആ പ്രൊമോഷനിൽ ആദ്യം തൊട്ട് അവസാനം വരെ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതൊരു കോമഡി വൈബിലാണ് ആ ഇന്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് പെട്ടെന്ന് കൗണ്ടറൊക്കെ പറഞ്ഞാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മമിത നമ്പ്യാരും ജയ് ഗണേശ് എന്ന് പറഞ്ഞ പടത്തിൽ ഉണ്ണിമുകുന്ദനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഏതാണ് ഏറ്റവും നല്ല കോംബോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. അപ്പം ഉണ്ണിമുകുന്ദനും മമിത നമ്പ്യാരാണോ അല്ലെങ്കിൽ ഷെയ്ൻ നിഗവും മമിത നമ്പ്യാരാണോ എന്നുള്ള രീതിയിലൊരു ചോദ്യം വരുന്നു. ആ ചോദ്യത്തിനിടയ്ക്ക് പെട്ടെന്ന് ഉണ്ണിമുകുന്ദൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനി UMF എന്നാണ്. അപ്പം ഉണ്ണിമുകുന്ദൻ ഫാൻസ് എന്നുള്ള രീതിയിൽ UMFI എന്നുള്ള രീതിയിൽ പറയുന്നു. അതൊരു തെറിയായി മാറുന്നു. അത് ഉണ്ണിമുകുന്ദനെ ആക്ഷേപിക്കാന്നുള്ള രീതിയിൽ മനഃപൂർവ്വം ഷെയ്ൻ നിഗം അവിടെ പറഞ്ഞാണെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നു. പെട്ടെന്ന് വർഗീയപരമായ വിദ്വേഷമൊക്കെ ഉണ്ടാകുന്നു. ഉണ്ണിമുകുന്ദനെ അനുകൂലിക്കുന്നവരും ഉണ്ണിമുകുന്ദനെ എതിർക്കുന്നവരും തമ്മിൽ വലിയ രീതിയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതൊക്കെ കാണുന്നു. യഥാർത്ഥത്തിൽ ആ ഇന്റർവ്യൂ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തേ ഉള്ളൂ. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഷെയ്ൻ നിഗം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ജസ്റ്റ് വായിച്ചു വിട്ടേക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഷെയ്ൻ നിഗം പോസ്റ്റ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിന്റെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട തികച്ചും ഖേദകരമാണ്. മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർ പാത്രമാവാൻ എൻ്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നു. അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളണം. ഇത് ഷെയ്ൻ നിഗമിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ ഫുൾ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു കോമഡി വൈബ് പിടിച്ചാണ്. ആ വൈബിനിടയിലൂടെ പറഞ്ഞപ്പോൾ ചിലപ്പം നാക്കുപിഴയായിരിക്കാം. അപ്പോൾ അതല്ലാതെ മനഃപൂർവ്വം ഉണ്ണിമുകുന്ദനെ മോശമായ രീതിയിൽ പറയാനൊന്നും അല്ല ഷെയ്ൻ നിഗം പറഞ്ഞത്. ഇപ്പം ഈ പറഞ്ഞു എന്നുള്ള പേരിൽ ഷൈൻ നിഗമിൻ്റെ മതത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ ആക്ഷേപിക്കുന്നു. ഷൈൻ നിഗമിൻ്റെ ഫാദറിനെ പറയുന്നു. ഷൈൻ നിഗം മദ്രസ സ്റ്റാർ എന്നുള്ള രീതിയിൽ വർഗീയപരമായി ആക്ഷേപം ഉണ്ടാകുന്നു. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഷൈൻ നിഗം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പേരിൽ സമാജം സ്റ്റാറും സംഘിയും ഒക്കെ ആയ ഉണ്ണിമുകുന്ദനെ ഷൈൻ നിഗം പറപ്പിച്ചു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറിക്കയറ്റി എന്നുള്ള രീതിയിൽ പല ആൾക്കാരും വീഡിയോ ഇടുന്നു. അവരുടെയൊക്കെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ആ ഇന്റർവ്യൂയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതല്ലാതെ അവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരാ പെട്ടെന്ന് പറഞ്ഞു, അത് വിട്ടു. കുറേ ആൾക്കാർ അവർ ഏറ്റെടുത്തു. മതത്തിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയുണ്ടാവുന്നു എന്നുള്ളതാണ്. ഷൈൻ നിഗമായാലും ഉണ്ണിമുകുന്ദനായാലും ഇവർ രണ്ടുപേരും ഇന്ന് മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലരും പറയും ഇവർക്കൊന്നും കഴിവില്ലെന്നൊക്കെ പറയും. കഴിവില്ലാത്ത ഒരാൾക്കും മലയാള സിനിമയിൽ നിലനിൽക്കാൻ പറ്റത്തില്ല.
ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് ഇറങ്ങിയ പല സിനിമയും നല്ല സിനിമകളാണ്. അത് മേപ്പിടിയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. അതിനകത്ത് ഉണ്ണിമുകുന്ദൻ എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാർ ഇന്നത്തെ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ മതമുണ്ട്, വിശ്വാസമുണ്ട്. അതിലേക്ക് സിനിമ കാണുന്നവർ എത്തി നോക്കേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ പേരിൽ സിനിമ പൊട്ടിപ്പോയി, തകർന്നു പോയി, സമാജം സ്റ്റാർ ആണെങ്കിൽ മദ്രാസ സ്റ്റാർ ആണ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കമൻ്റ് ഇട്ടിട്ട് എന്തിനാ ഇങ്ങനെ കുരുപൊട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട്, അവരവരുടെ പേര് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ കഴിവില്ലാതെ പല നടന്മാരും 1-2 സിനിമ കഴിയുമ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്നും ഇവർ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഇന്ന് മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവർക്ക് അന്ന് അത് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരുടെ കഴിവാണ്. പക്ഷേ ഇതിനിടയിലേക്ക് മതം കുത്തിക്കയറ്റാതിരിക്കാൻ ശ്രമിക്കുക. അത് ഉണ്ണിമുകുന്ദൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഷെയ്ൻ നിഗമിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ബോറ് കലാപരിപാടിയാണ്. ഈ ഉണ്ണിമുകുന്ദൻ ഒരു ഹിന്ദുമത വിശ്വാസി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഈ ഗണപതിയുടെ അല്ല ഹനുമാൻ്റെ ഒരു ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്താൽ നേരത്തെ പലരും ഇതിനടിയിലൊക്കെ വന്നിട്ട് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഉരുപൊട്ടിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഒരു നടൻ വന്നിട്ട് ഹനുമാൻ്റെ ചിത്രം ഇട്ടാൽ കൊറോണ മാറുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? അങ്ങനെ കൊറോണ മാറാൻ വേണ്ടിയാണോ ആൾക്കാർ ഹനുമാൻ്റെ ചിത്രം ഇടുന്നത്? അല്ലല്ലോ. അയാൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഉണ്ണിമുകുന്ദനുണ്ട്. മതത്തിൽ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കാൻ. അയാൾ BJP വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ, നിങ്ങൾ സിനിമ പോയി കണ്ടാൽ പോരെ. അപ്പം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി ചെല്ലുന്ന കുരുപൊട്ടിച്ച് കരഞ്ഞ് മെഴുകാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്. മമ്മൂട്ടിക്ക് മതപരമായ വിശ്വാസം ഉള്ളതുപോലെ തന്നെ ഉണ്ണിമുകുന്ദന് മതപരമായ വിശ്വാസമുണ്ട്, ഷെയ്ൻ നിഗമിന് മതപരമായ വിശ്വാസമുണ്ട്. ഇവർക്കെല്ലാം കഴിവും പ്രാപ്തിയും ഉള്ളതുകൊണ്ട് തന്നെ അവർ നിലനിൽക്കുന്നു. അതല്ലാതെ ഇതിൻ്റെ ഫാൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ എന്നുള്ള രീതിയിൽ കിടന്ന് തമ്മിത്തല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. സംഭവം വളരെ സിമ്പിളാണ്. ഒരു ഇൻ്റർവ്യൂവിനിടയിൽ വന്ന ഒരു നാക്കുപിഴവ് അല്ലെങ്കിൽ ആ കോമഡിക്കിടയിൽ പറഞ്ഞു പോയതാണ്. അതല്ലാതെ ഉണ്ണിമുകുന്ദനെ ടാർഗറ്റ് ചെയ്ത് ഒന്നുമല്ല ഷെയ്ൻ നിഗം സംസാരിച്ചത്. ഇതിനിടയിൽ കിടന്ന് കുറേ ആൾക്കാർ മുതലെടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്ന ഒരു പരിഗണിക്കാം.